നമസ്കാരം. പ്ലസ് ടു കെമിസ്ട്രിയിലെ രണ്ടാമത്തെ പാഠമായ സൊല്യൂഷൻസിലെ 10ാമത്തെ ക്ലാസ് ആണ് ഈ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓസ്മോസിസും ഓസ്മോട്ടിക് പ്രഷറിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓസ്മോട്ടിക് പ്രഷറിന്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെന്റിൽ നിന്നും എങ്ങനെ ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. Osmotic pressure measurement can be done at room temperature, while other colligative property measurement can be done at either higher or lower temperature than room temperature. നമുക്കറിയാം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ലാസ്റ്റ് വൺ ഓസ്മോട്ടിക് പ്രഷർ. ഇതിൽ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, അതുപോലെ തന്നെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ഹയർ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറോ വേണം. ഇപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു സൊല്യൂഷൻ നമ്മൾ ചൂടാക്കേണ്ടി വരും. വേപ്പർ ഉണ്ടാവാനായിട്ട് നമ്മൾ ചൂടാക്കി നോക്കേണ്ടി വരും അല്ലെ. അപ്പൊ അത് എന്ത് ചെയ്യണം, ഹൈ ടെമ്പറേച്ചറിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പഠിക്കുമ്പോഴും ഹൈ ടെമ്പറേച്ചർ ആവശ്യമാണ്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സൊല്യൂഷൻ നമ്മൾ തണുപ്പിക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ ഈ റൂം ടെമ്പറേച്ചർ ചെയ്യുന്ന ഒരേ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസിന്റെയും പോളിമേഴ്സിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ടെക്നിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമോളിക്യൂൾസും പോളിമേഴ്സും ഹയർ ടെമ്പറേച്ചറിൽ അതുപോലെ ലോവർ ടെമ്പറേച്ചറിൽ അവർ സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസിന്റെയും പോളിമേഴ്സിന്റെയും മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ മൊളാലിറ്റി ആണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊളാലിറ്റി ആണ്. നമുക്കറിയാം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും അതുപോലെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റും പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ആയിരുന്നു അല്ലെ. പക്ഷേ ഓസ്മോട്ടിക് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി. അതൊരു ഡിഫറൻസ് ആയിട്ട് പഠിക്കണം. ഇനി മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി ലാർജ് വാല്യൂ ആയിരിക്കും ഈവൻ ഫോർ വെരി ഡയലൂട്ട് സൊല്യൂഷൻസ്. വളരെ ഡയലൂട്ട് സൊല്യൂഷൻസിന് പോലും എന്തായിരിക്കും വാല്യൂ വളരെ ലാർജ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എറർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെയും ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെയും വാല്യൂ വളരെ ചെറിയ വാല്യൂ ആയതുകൊണ്ട് തന്നെ അതിലുണ്ടാവുന്ന പോയിന്റിന്റെ ഡിഫറൻസ് പോലും അത് കാൽക്കുലേഷൻസിനെ നന്നായിട്ട് എഫക്ട് ചെയ്യും. പക്ഷെ അത്തരമൊരു ഡിഫറൻസ് അല്ലെങ്കിൽ അത്തരമൊരു എറർ നമുക്ക് ഈ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെന്റ് ടെക്നിക്കിൽ സാധാരണയായിട്ട് കാണാറില്ല. കാരണം അതിന് വാല്യൂ വളരെ വലിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അതിലുണ്ടാവുന്ന ഈ പോയിന്റിന്റെ ഡിഫറൻസ് പോലും നമുക്ക് വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്യില്ല. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഐസോട്ടോണിക്, ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസിനെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ടു സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. ഏതെങ്കിലും രണ്ട് സൊല്യൂഷൻസിന്റെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ ആ സൊല്യൂഷൻസിനെ നമുക്ക് ഐസോട്ടോണിക് സൊല്യൂഷൻസ് വിളിക്കാം. അത്തരം സൊല്യൂഷൻസ് ഒരു സെമി പെർമനന്റ് മെംബ്രെയിൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഓസ്മോസിസ് നടക്കില്ല. കാരണം എന്തുകൊണ്ടാണ്, ആ ഒരു സെമി പെർമനന്റ് മെംബ്രെയിന്റെ രണ്ട് സൈഡിലുള്ള ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണ് അല്ലെ. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന സോൾവെന്റിന്റെ മൂവ്മെന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടക്കില്ല. അതുകൊണ്ട് അവിടെ ഓസ്മോസിസ് നടക്കില്ല. ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. അവർ ബ്ലഡ് സെൽസ് ആർ ഐസോട്ടോണിക് വിത്ത് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. അതായത് നമ്മുടെ ബ്ലഡ് സെൽസ് 0.9% NaCl സൊല്യൂഷനുമായിട്ട് ഐസോട്ടോണിക് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻട്രാവീനിയസ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ ബ്ലഡ് സെല്ലിന്റെ അകത്തുള്ള അതേ ഓസ്മോട്ടിക് പ്രഷറാണ് ഈ 0.9% NaCl സൊല്യൂഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള വാട്ടർ കണ്ടന്റ് എന്ത് ചെയ്യും, പുറത്തേക്കോ അകത്തേക്കോ വരില്ല അല്ലെ. അവിടെ ഓസ്മോസിസ് നടക്കില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈക്വൽ എമൗണ്ട്, എത്ര എമൗണ്ട് പുറത്തു പോകുന്നു അത്ര എമൗണ്ട് തന്നെ എന്ത് ചെയ്യും, അകത്തേക്ക് വരും. അതായത് ഓസ്മോസിസ് നടക്കില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മറ്റു സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഹൈപ്പർട്ടോണിക് ആൻഡ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്. എ സൊല്യൂഷൻ ഹാവിംഗ് ഹയർ ഓസ്മോട്ടിക് പ്രഷർ ദാൻ അതർ ഇസ് കോൾഡ് ഹൈപ്പർട്ടോണിക്, while solution having lower osmotic pressure than other is called hypotonic. രണ്ട് സൊല്യൂഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിന് ഓസ്മോട്ടിക് പ്രഷർ കൂടുതലുണ്ടാവും, മറ്റൊന്ന് കുറവാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഓസ്മോട്ടിക് പ്രഷറുള്ള സൊല്യൂഷനെ വിളിക്കുന്നവരാണ് ഹൈപ്പർട്ടോണിക്കും, അതുപോലെ കുറവ് ഓസ്മോട്ടിക് പ്രഷറുള്ളതിനെ വിളിക്കുന്നവരാണ് ഹൈപ്പോട്ടോണിക് സൊല്യൂഷനും. നമുക്ക് നോക്കാം ഒരു എക്സാമ്പിൾ. ഇപ്പൊ 0.9% NaCl സൊല്യൂഷൻ നമുക്കറിയാം ബ്ലഡ് സെൽസുമായിട്ട് ഐസോട്ടോണിക് ആണ് അല്ലെ. അപ്പോൾ മോർ ദാൻ 0.9% NaCl സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അത്തരം ഒരു സൊല്യൂഷനിലേക്ക് നമ്മളൊരു ബ്ലഡ് സെൽസ് ഇട്ടു എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് തന്നെ അതിന്റെ ഓസ്മോട്ടിക് പ്രഷറും കൂടുതലായിരിക്കും. അപ്പൊ ബ്ലഡ് സെൽസിനേക്കാൾ കൂടുതൽ ഓസ്മോട്ടിക് പ്രഷറാണ് പുറത്തുണ്ടായിരിക്കുക അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ബ്ലഡ് സെല്ലിനകത്ത് ലോവർ കോൺസെൻട്രേഷൻ ആണ്, പുറത്താണെങ്കിലോ ഹയർ കോൺസെൻട്രേഷൻ ആണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം,
ഈ 0.9% NaCl സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷറും ബ്ലഡ് സെല്ലിനകത്തുള്ള ഓസ്മോട്ടിക് പ്രഷറും സെയിം ആയതുകൊണ്ട് തന്നെ ഈ 0.9% NaCl സൊല്യൂഷന്റെ അതേ കോൺസെൻട്രേഷൻ തന്നെയായിരിക്കും ഇതിന്റെ ഈ ബ്ലഡ് സെല്ലിനകത്തും ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ബ്ലഡ് സെൽസ് 0.9% NaCl സൊല്യൂഷനേക്കാൾ ഹയർ കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷനിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ബ്ലഡ് സെല്ലിനകത്തു നിന്നും വാട്ടർ എന്ത് ചെയ്യും, പുറത്തേക്ക് വരും. ഓക്കെ, അങ്ങനെ അത് ഷ്രിങ്ക് ചെയ്യും. എന്തുകൊണ്ടാണ് പുറത്തു വരാൻ കാരണം? നമുക്കറിയാം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓസ്മോസിസ് നടക്കും അല്ലെ. അപ്പൊ ലോവർ കോൺസെൻട്രേഷൻ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് സോൾവെന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുക. അപ്പോൾ ഈ ബ്ലഡ് സെല്ലിന്റെ അകത്ത് ലോവർ കോൺസെൻട്രേഷൻ ആണ്, പുറത്താണെങ്കിലോ ഹയർ കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ബ്ലഡ് സെല്ലിന്റെ അകത്തു നിന്നും വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് വരും. അങ്ങനെ ബ്ലഡ് സെൽസ് എന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, ഇത് നേരെ ഓപ്പോസിറ്റ് കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്ന സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0.9% NaCl സൊല്യൂഷനേക്കാൾ കുറവാണെന്ന് വിചാരിക്കാം. എങ്കിൽ എന്ത് സംഭവിക്കും? പുറത്ത് കോൺസെൻട്രേഷൻ കുറവാണ്, ഉള്ളിൽ കോൺസെൻട്രേഷൻ കൂടുതലാണ് അല്ലെ. അതായത് പുറത്ത് 0.9% NaCl സൊല്യൂഷനേക്കാൾ കുറവ് കോൺസെൻട്രേഷൻ എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഉള്ളിലാണെങ്കിൽ 0.9% NaCl സൊല്യൂഷന്റെ അത്ര തന്നെ കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പൊ പുറത്ത് ലോവർ കോൺസെൻട്രേഷനും ബ്ലഡ് സെല്ലിന്റെ അകത്ത് ഹയർ കോൺസെൻട്രേഷനുമാണ്. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഈ ഒരു സൊല്യൂഷനിൽ നിന്നും ബ്ലഡ് സെല്ലിന്റെ അകത്തേക്ക് വരും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങും, സോൾവ് ചെയ്യാനായിട്ട് തുടങ്ങും, അത് വീർക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. രണ്ട് സൊല്യൂഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കൂടിയ സൊല്യൂഷനെ നമ്മൾ ഹൈപ്പർടോണിക് എന്നും ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ സൊല്യൂഷനെ നമ്മൾ ഹൈപ്പോടോണിക് സൊല്യൂഷൻ എന്നും പറയും. അടുത്ത് നമുക്ക് എബ്നോർമൽ മോളാർ മാസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ മോളാർ മാസ് കാണാനുള്ള രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യത്തേത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിച്ച് മോളാർ മാസ് കാണുന്നു, അതുപോലെ രണ്ടാമത്തത് ഓസ്മോട്ടിക് പ്രഷർ ഉപയോഗിച്ച് മോളാർ മാസ് കാണുന്നതാണ്. രണ്ട് കേസ് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ലെ. അപ്പൊ നമുക്ക് പറയാം മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, പക്ഷെ നമുക്ക് അറിയുന്ന എന്താ ഒരു കാര്യമുണ്ട്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഒന്നുകൂടെ ഞാൻ പറയാം, മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ബട്ട് നമുക്ക് അറിയുന്ന കാര്യം എന്താ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് സാധാരണ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കുകയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് അവിടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മാറും അല്ലെ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി മാറിക്കഴിഞ്ഞാൽ മോളാർ മാസിൽ മാറ്റം ഉണ്ടായിരിക്കും. ഇതിനെയാണ് എബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എസറ്റിക് ആസിഡ് ഡൈമറൈസസ് ഇൻ ബെൻസിൻ ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ട്. അതായത് എസറ്റിക് ആസിഡ് ബെൻസിനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രജൻ ബോണ്ട് കാരണം നമുക്ക് നോക്കി നോക്കാം. ഇതാണ് എസറ്റിക് ആസിഡ്, ഇതൊരു എസറ്റിക് ആസിഡ് ആണ്. ഓക്കെ, ഇത് മറ്റൊരു എസറ്റിക് ആസിഡ് ആണ്. ഇവർ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഇടയിൽ എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അങ്ങനെ ഈ ഹൈഡ്രജൻ ബോണ്ട് വഴി ഈ രണ്ട് എസറ്റിക് ആസിഡ് ചേർന്ന് ഒരു മോളിക്യൂളായിട്ട് മാറും. അപ്പൊ രണ്ട് എസറ്റിക് ആസിഡ് ഉണ്ടായിരുന്നത് സൊല്യൂഷനിലേക്ക് ഇട്ടപ്പോൾ, അതായത് ബെൻസീൻ എന്ന് പറയുന്ന സോൾവെന്റിലേക്ക് ഇട്ടപ്പോൾ എന്തായി മാറി, അത് ഒരു ഒറ്റ പാർട്ടികളായിട്ട് മാറി. അപ്പൊ നമ്പർ ഓഫ് പാർട്ടികളിൽ കുറവുണ്ടായി അല്ലെ. നമ്മൾ അവിടെ കൺസിഡർ ചെയ്ത എത്ര പാർട്ടികളായിരുന്നു, രണ്ട് എസറ്റിക് ആസിഡ് ഉണ്ടെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ അത് സോൾവെന്റിൽ, അതായത് ബെൻസിൻ എന്ന് പറയുന്ന സോൾവെന്റിലേക്ക് ഇട്ട സമയത്ത് അതെന്തായി മാറി, കൂടിച്ചേർന്ന് ഒരൊറ്റ പാർട്ടികളായി മാറി. അതായത് ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടായിരുന്ന ഒരാള് കൂടിച്ചേർന്ന് എന്ത് ചെയ്തു, ഒരൊറ്റ പാർട്ടികളായിട്ട് മാറി. നമുക്കറിയാം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ നാച്ചർ. അവരെന്താണെന്നതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, എണ്ണത്തെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറഞ്ഞു കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യും, കുറയും അല്ലെ. അപ്പോൾ മോളാർ മാസ് എന്ത് ചെയ്യും, കൂടും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്ത വാല്യൂവിനേക്കാൾ കൂടുതലായിരിക്കും മോളാർ മാസ് കിട്ടുന്നത്. ഓക്കെ, ഇനി മറ്റൊരു കേസ് നോക്കാം. അതായത് ഒരു NaCl സാധാരണയായിട്ട് നമ്മളൊരു ഏതെങ്കിലും ഒരു സോൾവെന്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ NaCl ബ്രേക്ക് ചെയ്തിട്ട് അഥവാ ഡിസോസിയേറ്റ് ചെയ്ത് അത് Na+ഉം Cl- ആയി മാറും അല്ലെ. അതായത് നമ്മൾ ഇവിടെ വിചാരിച്ചത് ഒരൊറ്റ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉള്ളൂ എന്നാണ്. പക്ഷെ അതൊരു സോൾവെന്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്തായി മാറും, രണ്ട് പാർട്ടിക്കിൾസ് ആയി മാറും. എണ്ണം അവിടെ കൂടുന്നുണ്ട്. ഓക്കെ, എണ്ണം കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും കൂടും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിക്കഴിഞ്ഞാൽ മോളാർ മാസിൽ കുറവ് സംഭവിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച ഒരു മോളാർ മാസ് അല്ല നമുക്ക് അവിടെ കിട്ടുന്നത്. ഇതിനെയാണ് എബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എബ്നോർമൽ മോളാർ മാസ് കറക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫാക്ടറാണ് വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ നമ്മൾ ഈ വാൻ ഹോഫ് ഫാക്ടർ ഇക്വേഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, നോർമൽ മോളാർ മാസ് ബൈ എബ്നോർമൽ മോളാർ മാസ്. ഓക്കെ, അതുമല്ല എങ്കിൽ നമുക്കറിയാം മോളാർ മാസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അത് നമുക്ക് ഇക്വേഷനിൽ ഇങ്ങനെ പറയാൻ പറ്റും, ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതുമല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ്
particles after association or dissociation by number of moles of particles before association or dissociation. ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്, അതായത് അസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആയിരിക്കും, അതുപോലെ ഡിസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? അസോസിയേഷൻ ആവുന്ന സമയത്ത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷനും അതുപോലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷനും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായിരിക്കും? കുറവായിരിക്കും. ന്യൂമറേറ്ററിന്റെ വാല്യൂ കുറവും ഡിനോമിനേറ്ററിന്റെ വാല്യൂ എന്തായിരിക്കും? കൂടുതലുമായിരിക്കും. അപ്പോൾ അതെന്തായിരിക്കും? ലെസ് ദാൻ 1 ആണ് വരിക. എന്നാൽ ഡിസോസിയേഷൻ ആയിക്കോട്ടെ, അങ്ങനെയാണ് സംഭവിക്കും, അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ ഡിസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ന്യൂമറേറ്ററിന്റെ വാല്യൂ കൂടും, ഡിനോമിനേറ്ററിന്റെ വാല്യൂ കുറയും. അപ്പോൾ എന്തായിരിക്കും? ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ NaCl എടുക്കുകയാണെങ്കിൽ NaCl ഡിസോസിയേറ്റ് ചെയ്ത് Na+ഉം Cl- ആയി മാറും, അല്ലേ? അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, ബിഫോർ ഡിസോസിയേഷൻ എത്രയായിരുന്നത്? NaCl ഒരൊറ്റ പാർട്ടിക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 2/1 2 അല്ലേ വരിക. പൈയുടെ വാല്യൂ എത്ര വരും? 2 എന്ന് വരും. K2SO4 ആണെങ്കിലോ K2SO4 ബ്രേക്ക് ചെയ്ത് 3 അയോൺസ് ആണ് ഉണ്ടാവുക. 2 K+ അയോൺ ഉണ്ടാവും, ഒരു SO4 2- അയോൺ ഉണ്ടാവും. അപ്പൊ ആഫ്റ്റർ ഡിസോസിയേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 3 ആണ്. പക്ഷെ ബിഫോർ ഡിസോസിയേഷൻ എത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആയിരുന്നു. ഒരു K2SO4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐയുടെ വാല്യൂ 3, ഐയുടെ വാല്യൂ 3 ആണ് വരുന്നത്. CaCl2 ആണെങ്കിലോ അതും ബ്രേക്ക് ചെയ്തിട്ട് 3 അയോൺസ് ആണ് മാറുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഐയുടെ വാല്യൂ 3 എന്ന് വരും. ഓക്കെ, അടുത്തത് ഇനി അസറ്റിക് ആസിഡിന്റെ കേസ് നോക്കാം. അസറ്റിക് ആസിഡ് ഇൻ ബെൻസിൻ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? അസറ്റിക് ആസിഡ് അസോസിയേറ്റ് ചെയ്യും, അല്ലെ? അപ്പോൾ ആഫ്റ്റർ അസോസിയേഷൻ അതെന്തായി മാറും? അവിടെ മുമ്പ് ഉണ്ടായിരുന്ന 2 പാർട്ടിക്കിൾസ് ആയിരുന്നു, ഇപ്പോൾ അത് ഒരു പാർട്ടിക്കിളായി മാറി, അല്ലെ? അപ്പോൾ ബിഫോർ അസോസിയേഷൻ എത്ര ഉണ്ടായിരുന്നു? 2 പാർട്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഐയുടെ വാല്യൂ എത്ര വരിക? 1/2 അല്ലേ വരുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 1/2 ആണ് ആരുടെ കേസിലെ? അസറ്റിക് ആസിഡിൻ ബെൻസിന്റെ കേസിൽ. അപ്പൊ അസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഡിസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ അസോസിയേഷൻ കൊണ്ടും ഡിസോസിയേഷൻ കൊണ്ടും ഉണ്ടാവുന്ന അബ്നോർമൽ മോളാർ മാസ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എല്ലാ ഇക്വേഷൻസിനൊപ്പം വാൻ ഹോ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഇക്വേഷൻ ΔP/P is equal to I into WB into MA by WA into MB എന്നായി മാറും. അതുപോലെ എലിവേഷൻ ഓഫ് വോളിയമിന്റെ ഇക്വേഷൻ എന്തായി മാറും? ΔTB is equal to I into KB into M എന്നും, അതുപോലെ ഡിപ്രഷൻ ഓഫ് റിസിമോന്റെ ഇക്വേഷൻ ΔTF is equal to I into KF into M എന്നും ആയി മാറും. അതുപോലെ ഓസ്മോട്ടിക് പ്രഷർ ഇക്വേഷൻ പൈ is equal to I into CRT എന്നും ആയി മാറും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന ക്ലാസ്സിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും.